നടന്മാരും സംവിധായകരൊക്കെ ചേർന്ന് ജീവിതം കുളമാക്കി കൊടുത്ത ചില നടിമാരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നടിമാരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യമായിട്ട് ശോഭ. തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശോഭയുടെ ജീവിതം തകരാൻ കാരണം ബാലു മഹേന്ദ്ര എന്ന സംവിധായകനുമായിട്ടുള്ള പ്രണയമായിരുന്നു. അദ്ദേഹം വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായിരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയോ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവർ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് ശോഭ. PSC ലളിതയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭരതൻ ശ്രീവിദ്യയായിട്ട് പ്രണയത്തിലായിരുന്നു. ശ്രീവിദ്യയായിട്ട് പിരിഞ്ഞതിന് ശേഷമാണ് എന്തോ ഒരു പെട്ടെന്ന് KPSC ലളിതയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഒന്നിക്കുകയും ഒരുമിച്ച് കാണാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ശ്രീവിദ്യയുടെ കാര്യം KPSC ലളിത പറയുന്നത് അവരുടെ മകനായ സിദ്ധാർത്ഥിനെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രീവിദ്യ ചോദിച്ചു എന്നാണ്. അവർ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ചോദിച്ചു എന്നാണ് KPSC ലളിത പറഞ്ഞത്. ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രണയം കമലഹാസനുമായിട്ടായിരുന്നു. മരണ സമയത്ത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം കമലഹാസൻ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രണയം കൂടെ ഉണ്ട് ശ്രീവിദ്യയ്ക്ക് ഭരതനുമായിട്ട്. ഒന്നും അറിയാത്ത അമലാപോളിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പിന്നെ ഉപേക്ഷിച്ച ഒരു ക്രൂരനാണ് വിജയ്, സംവിധായകൻ വിജയ്. പാവ അമലാപോൾ ഇപ്പോൾ ബന്ധം വരുന്നിപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്, ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. പാവം നയൻതാരയെ പ്രണയിച്ച് വഞ്ചിച്ച ഒരു കാപാലികനായ ഒരു നടനാണ് നമ്മുടെ സിംബു. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, 40-40 വയസ്സ്. പക്ഷേ നയൻതാര വിവാഹം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു.